എല്ലാവരും വേദപുസ്തകം എടുക്കുക. 65-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിക്കുകയാണ്. ബുക്ക് ഓഫ് സാംസ് 65 വാക്യ പ്രതിവാക്യമായി വായിക്കുന്നു. 13 വാക്യങ്ങളാണ് അതിലുള്ളത്. 13-ാമത്തെ വാക്യം നമ്മൾ ഒന്നിച്ച് വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. 65-ാം സങ്കീർത്തനം 1 മുതൽ വായിക്കും. 1-ാമത്തെ വാക്യം ഞാൻ വായിക്കും, 2-ാമത്തെ വാക്യം കോൺഗ്രിഗേഷൻ അത് പാടും. നമുക്കത് വായിക്കാനായിട്ട് ഇടയാകട്ടെ. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതിയുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂസീമാവാസികളും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു. ഉദയത്തിന്റെയും അസ്തമനത്തിന്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുല്ലസിക്കുമാറാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഉറവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേൽശിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി ശബ്ദങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസ്ഥലിരിക്കാം. ദിസ് ഇസ് ടൈം ഫോർ ചിൽഡ്രൻ ചർച്ച്. അതിനുവേണ്ടി അണ്ടർ 13 years old 13 വയസ്സിന് താഴെയുള്ളവർ ദയവായി നിങ്ങൾക്ക് മൂവ് ടു ചിൽഡ്രൻ ചർച്ച്. അണ്ടർ 13 years old 13 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ദയവായി പോകാം. 13 വയസ്സിൽ താഴെയുള്ള എല്ലാ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ കുടുംബമായി വന്ദനം ചെയ്യുന്നു. We greet you all in the name of Jesus. ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ വചനവുമായി പരസ്യമായി നിൽക്കാൻ പ്രാഗൽഭ്യവും ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. We praise God that God has given us yet another opportunity to stand in good health with the word of God in front of you. കഴിഞ്ഞ ആഴ്ചകളിൽ ശാരീരിക സൗഖ്യമില്ലാതെ പലരും ഭാരപ്പെട്ടു. നമ്മളെ സൗഖ്യത്തോടെ കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Many of us were not feeling well last week, but thank God that God brought us this many people with good health. ഇന്നും നല്ല ശതമാനം ആൾക്കാർ ശാരീരിക സൗഖ്യമില്ലാതെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി ബലത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. Today also there is a good amount of people that are not feeling well and taking rest at home. Let us continue to uphold them in our prayers so that God will heal them. തിരുവചന ശ്രദ്ധയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. We are going to enter into the word of God. ഈ വർഷത്തെ ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത് ദ ഇയർ ഓഫ് ഹാർവസ്റ്റ് എന്നുള്ളതാണ്. So this year our theme is the year of harvest. അതിനാധാരമായി പരിശുദ്ധാത്മാവ് നൽകിയത് 65-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. And our theme verse is Psalms chapter 65 verse 11. ആ വാക്യം എങ്ങനെയാണ്? ദൈവം നമ്മുടെ സംവത്സരത്തെ ദൈവത്തിന്റെ നന്മ കൊണ്ട് കൊയ്ത്തിനാൽ അലങ്കരിക്കുന്നു. You have crowned the year with your bounty. ദൈവത്തിന്റെ പാതകൾ അല്പം ഹാർഡായി തോന്നിയാലും അതിന്റെ നടുവിൽ സമൃദ്ധിയായി നമ്മെ നടത്തും. And your paths drip with fatness. അതിൽ നിന്ന് 3 ചിന്തകളെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ ഇയറിന്റെ മീറ്റിംഗിൽ നിങ്ങളുമായി പങ്കുവെപ്പാനിടയായി. And I given subtitle like 3 subtitles. പരിശുദ്ധാത്മാവിന്റെ നിയോഗം പോലെ ഈ വർഷത്തിൽ ചില സമയങ്ങളിൽ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. And I want to share with you during the year the different topics. അതിന്റെ പ്രാരംഭ ചിന്ത ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇങ്ങനെയാണ്: ദൈവം നമ്മെ ഹാർവസ്റ്റിനായി ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. So the initial topic that I want to share with you today is the God wants to prepare us for harvest. തലവാചകം the preparation for harvest. നമ്മളെ
കൊയ്ത്തിനായിട്ട് ഒരുക്കുന്നു ദൈവം. And God is preparing us for harvest. നിങ്ങൾ വചന കേൾവിക്കായിട്ട് വചനം പഠിക്കാനായിട്ട് ഇരിക്കുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാവരും വേദപുസ്തകം പഠിക്കുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥനയോടെ ഈ വചനം കൈക്കൊള്ളുവാനുമായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. As we are all sitting in an attitude to study the word of God, I request you to pay attention, and if you want to write notes, you can. 65-ാം സങ്കീർത്തനം കൊയ്ത്ത് കാലത്ത് യഹൂദന്മാർ പാടുന്നൊരു പാട്ടാണ്. So Psalm 65 is a song the psalmist sings, or the Jews sing during their harvest season. ദാവീദാണ് ഈ പാട്ട് പാടിയത്, ദാവീദാണ് ഈ പാട്ട് എഴുതിയത്. And it's David who wrote this song and he sang this song. കുറച്ചുകൂടെ സാഹചര്യങ്ങൾ അടുത്ത് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യത്തിൽ താൻ ഒരു വലിയ കൊയ്ത്തിനെ കണ്ടുകൊണ്ട് ആത്മാവിൽ പാടുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. Now if I go into more detail, that he is writing down these psalms when he was in his troublesome season, envisioning a big harvest coming. കൊയ്ത്തിനായി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ പ്രിപ്പയർ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് ഇന്നും ആഗ്രഹമുണ്ട്. If a man is expecting and hoping for a harvest, Holy Spirit will equip that person for the harvest. ഞാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ ഒരു കൊയ്ത്ത് പ്രതീക്ഷിക്കുന്നെങ്കിൽ അവനെ അതിലേക്ക് പ്രിപ്പയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. If a person expects a harvest, Holy Spirit will prepare him for the same. കൊയ്ത്ത് വേണോ? ആ ഫീൽഡ് ഒരുക്കപ്പെട്ടിരിക്കണം. So if anyone is expecting a harvest, there should be a prepared field. എത്ര പ്രിയപ്പെട്ടവര് ജീവിതത്തിന്റെ നടുവിൽ ഒരു ഹാർവെസ്റ്റ് പ്രതീക്ഷിക്കുന്നു? How many of us are expecting a harvest in your life? അതോ ഇത്രയ്ക്ക് മതി എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതോ നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളിൽ ഭൗതിക മണ്ഡലങ്ങളിൽ നിങ്ങൾ ഒരു ദൈവികമായ കൊയ്ത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ? Are we just satisfied with what we have now, or any of us are waiting for a harvest in our physical realm and also in our spiritual realm? നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ God will prepare you. നിങ്ങളെ പ്രിപ്പയർ ചെയ്യും ദൈവം. If you expect, then God will prepare you. Listen, നമ്മൾ കൃഷിക്കാരുടെ ഭവനങ്ങളിൽ നിന്ന് നല്ല ശതമാനം ആൾക്കാർ കൃഷിക്കാരുടെ പശ്ചാത്തലത്തിൽ നിന്നും ഈ രാജ്യത്തേക്ക് വന്നവരാണ്. So a lot of us have a background of coming from the farmer's family. സമയം കളയാനെങ്കിലും സമ്മറുകളിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. So even here we use the summer time to do the farming. നമ്മൾ വെറുതെ സമയം കളയാനാണെങ്കിലും ഒരു തൈ വെച്ചാൽ അതിനകത്തുനിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു? മിണ്ടിക്കേ, എന്ത് പ്രതീക്ഷിക്കുന്നു? ഒരു ഫലം, ഒരു കൊയ്ത്ത് പ്രതീക്ഷിക്കുന്നു. Even if some of us are not serious about farming during summer, still if we plant something, we expect some fruit from it. $3 ടൊമാറ്റോ തൈ ഹോം ഡിപ്പോയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചവരും പ്രതീക്ഷിക്കുന്നു $3000 ടൊമാറ്റോ തിരിച്ചിട്ടുണ്ടോന്നാ. So if we buy a $3 worth tomato plant from Home Depot, we still expect that we get something worth of 3,000. ഞാൻ എൻ്റെ ഡാഡിയപ്പച്ചനിൽ നിന്ന് കുറേ കാര്യം പഠിച്ചിട്ടുണ്ട്. So I've learned something from ഡാഡിയപ്പച്ചൻ. ഡാഡിയപ്പച്ചൻ മാർച്ച് മുതൽ ഏകദേശം ഏർലി മാർച്ച് മുതലേ കർഷക പണിക്കായിട്ട് ഞങ്ങളുടെ ഫീൽഡിലേക്ക് ഇറങ്ങും. So ഡാഡിയപ്പച്ചൻ will start digging the ground even from March itself. ഡിഗ്ഗിങ് തുടങ്ങിയിട്ടില്ല, അത് വരുന്നേ ഉള്ളൂ. Not yet digging, but in March something different. ആദ്യമായി ഡാഡിയപ്പച്ചൻ ചെയ്യുന്ന കാര്യമാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന ഓരോ പോയിന്റ് കണ്ട് ഡാഡിയപ്പച്ചൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. So I'm going to explain what he does even from the beginning. നിങ്ങൾ ആ സങ്കീർത്തനത്തെ നോക്കിക്കേ. If you look in the Psalms, 9ാമത്തെ വാക്യം മുതൽ ഒരു കൊയ്ത്തിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരു മനുഷ്യൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന കഥയാണ് കൊടുത്തിരിക്കുന്നത്. So you can see the story of a man entering a ground, preparing his ground for harvest. ആ സങ്കീർത്തനം അവസാനിക്കുന്നത് ആർപ്പോടും പാട്ടോടും കൂടിയാണ്. So that Psalms end with the songs and shouts of joy. ആർപ്പും പാട്ടും കാണിക്കുന്നത് കൊയ്തുകൊണ്ട് കറ്റയും കൊണ്ട് പോകുന്ന മനുഷ്യർ പാടുന്നതാണ്. So if there is shouts for joy, that means that they are glad because of the harvest. സങ്കീർത്തനം 126 കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ചേർന്ന് പറഞ്ഞേ, ആർപ്പോടെയാണ് അവർ കൊയ്യുന്നത്. In Psalms 126 also we read that those who sow in tears will bring it with joy. നമ്മുടെ ഈ വർഷത്തെ തീം സോങ് ആയി എടുത്തിരിക്കുന്ന പാട്ടിന്റെ പ്രാരംഭവാക്കെന്ന് പറയാമോ? ഇന്നലെ രാത്രിയും പാടി, നമ്മളിവിടെ ഇന്നലെ രാത്രിയും പാടി. ആർപ്പിന്ന
ഉറക്കപ്പാട്. ആർപ്പിന്നാദം ഉയരുന്നത് കൊയ്ത്തിന്റെ സമയത്താ. So Sharon Church Convention theme song, goes like this: Arpinada Muyerinida. Oh, it's our theme song? Hallelujah. I didn't know that. Hallelujah. സ്തോത്രം. It's our church theme song. സ്തോത്രം. ഗ്ലോറി. I missed that part somehow. ഗ്ലോറി. ശ്രദ്ധിക്കൂ, 9ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 9ാമത്തെ വാക്യം. Verse 9. The first point of today's message. വായിക്കൂ നിങ്ങൾ. നിങ്ങൾ എന്നെ ശാന്തമായി ശ്രദ്ധിക്കണമേ. നിങ്ങൾക്കൊരു ആർപ്പിന്റെ മുമ്പിൽ, കൊയ്ത്തിന്റെ മുൻപിൽ ഒരു പ്രിപ്പറേഷനായി ഒരു നിലം തയ്യാറാകണം. So when you come to a harvest, before that a field has to be prepared for the harvest. പെട്ടെന്ന് കൊയ്ത്ത് ലഭിക്കില്ല. So no one will be able to get the harvest all at once. ഹൃദയത്തിനകത്ത് എഴുതി വെച്ചേ, തലമണ്ടക്കകത്ത് എഴുതി വെച്ചേ, പെട്ടെന്ന് ആർക്കും കൊയ്ത്ത് ലഭിക്കില്ല. So no one can get harvest, all at once. ആ കൊയ്ത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിലം നമ്മൾ പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കണം. So the field has to be prepared before we get to the stage of harvest. ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മരുഭൂമിയുണ്ട്. So before they reached from Egypt to Canaan, there was a wilderness. ഹലോ, Amen. കനാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. So everyone liked the promised land, Canaan. അവിടെ ഫലപുഷ്ടമാണ്. It is a fruitful അവിടെ land. പാലുണ്ട്, തേനുണ്ട്. There is milk and honey there. നമ്മളത് ലക്ഷ്യം വെച്ച് ഓടുന്നവരാണ്. And they were aiming that. പക്ഷേ ഈജിപ്തിനും കനാനും നടുവിൽ Amen. ഒരു മരുഭൂമിയുണ്ട്. But between Egypt and the promised land, there was a wilderness. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം, മരുഭൂമി സ്ഥിരമല്ല. But let us be reminded that this wilderness is not എന്നാൽ permanent. എല്ലാ മനുഷ്യരും ഒരു മരുഭൂമിയിലൂടെ ഒരു ജീവിതത്തിൽ കടന്നുപോയേ പറ്റൂ. But everyone has to go through some wilderness in their life. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. Let me repeat it. Deserts are not permanent. By every life, every person, എല്ലാ മനുഷ്യരും ഒരു വട്ടമെങ്കിലും ഒരു ഡെസേർട്ടിലൂടെ പോയേ പറ്റൂ. So these wilderness or deserts are not permanent, but every people must pass through one during their lifetime. എത്ര പേര് അഗ്രി ചെയ്യുന്നുണ്ടത്? Hallelujah. ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? Amen, amen, amen. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു കനാൻ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. യു വിൽ ബി റീച്ച്. നിങ്ങൾ അവിടെ എത്തുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. ഇന്ന് പകൽ ആരെങ്കിലും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെ കിടക്കുന്നെങ്കിൽ ഒന്ന് ഓർത്തോ, ഈജിപ്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കനാനി എത്തിയിട്ടില്ല, പക്ഷേ നിന്റെ ഈ മരുഭൂമി താൽക്കാലികമാണ്. Amen, amen, amen. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ പറഞ്ഞ പദം ഞാൻ കടമെടുത്ത് പറയാം. So let me borrow from a man that this is what he said. മരുഭൂമി പിറുപിറുപ്പോടെ നടന്നാൽ 40 കൊല്ലം ഉണ്ടെന്ന് തോന്നിക്കും. So if you are walking, with the murmuring in your heart, you will feel like it's 40 years. സ്തോത്രം പറഞ്ഞ് നടന്നാൽ ദൂരം നിങ്ങൾക്ക് തോന്നില്ല. But if you walk through the wilderness with praises in your heart, you will feel it as short. ഇഷ്ടമുള്ള ഒരാടെ കൂടെ നടന്നാൽ നിങ്ങൾക്ക് ദൂരം തോന്നില്ല. If you walk with the person that you love, you will feel the distance is shorter. ഇഷ്ടമുള്ള ഒരാടെ കൂടെ നിങ്ങൾ കരം പിടിച്ച് നടന്നു നോക്കിക്കേ. If you would walk with the person that you നീ അകന്നാലും അകലാത്ത ഒരുവന്റെ സാന്നിധ്യം ഇന്ന് പകൽ നീ അനുഭവിക്കുന്നെങ്കിൽ പറയുക, നിന്റെ മരുഭൂമിയിൽ നിനക്ക് ദൂരം തോന്നാതിരിക്കണമോ ഒരൊറ്റ റീസണേ ഉള്ളൂ, നീ അവന്റെ കൂടെ നടന്നാ മതി. Hallelujah. If you would hold hands with the one that you love, you only have to do one thing, just hold hands with him and walk. You will feel the journey is short. കനാന് മുമ്പ് ഒരു മരുഭൂമിയുണ്ട്. Before the promised land, there is a wilderness. മക്കളെ കാണിച്ച ലൂക്കോസ് 24-26 ഇങ്ങനെ പറയുന്നു. Luke chapter 24 verse 26. ഈശോ മിശിഹ എമ്മുവസിലേക്ക് ശിഷ്യന്മാരോട് പറയുന്ന ഒരു പദമാണ്. As Jesus was walking with the disciples to Emmaus, നിങ്ങളുടെ കണ്ണും തുറക്കണം. അവരോട് പറയാം, നിങ്ങളുടെ കണ്ണ് നിങ്ങൾ തുറക്കണം. So Jesus was telling, you open your eyes. ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് കടക്കേണ്ടതല്ലയോ? Ought not Christ to have suffered these things and to enter into his glory? Listen in the statement, ഗ്ലോറിക്ക് മുമ്പ്, മഹത്വത്തിന് മുമ്പ് ഒരു ക്രൂശ് ഉണ്ടെന്ന്. So that means before any glory there will be a cross. അതുകൊണ്ട് കൊയ്ത്തിന്റെ മുൻപ് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. So before harvest there is a preparation. എത്ര പേര് അംഗീകരിക്കുന്നത്? Hallelujah. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാം.
ഇന്ന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എൻ്റെ കരത്തിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കഷ്ടതയ്ക്ക് പിന്നെ ഉണ്ടായത് മാത്രമാണ്. ഒരു ഡെസേർട്ടിലൂടെ നീ ഇന്ന് പകൽ കടന്നു പോകുന്നെങ്കിൽ, ഒരു പ്രിപ്പറേഷനിലൂടെ ഇന്ന് പകൽ കടന്നു പോകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് പകൽ പറയുന്നു, നിന്നെ ഒറ്റയ്ക്ക് മരുഭൂമി വിടാൻ അവൻ ഇഷ്ടമില്ല. നിന്നെ നടത്തി കൊണ്ടുപോയി, അക്കരെ കൊണ്ടുപോയി, ആർപ്പിന്റെ നാദ് നിന്റെ നാവിൽ തരാ. ദൈവം ഇന്ന് ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമൊന്ന് അടിച്ച് ദൈവത്തെ ഈ പകൽ ആരാധിക്കട്ടെ. വേഗത്തിൽ 7 പോയിന്റുകൾ, ചിന്തകൾ അവിടുന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 9-ാമത്തെ വാക്യമാണ്. 9-ാമത്തെ വാക്യത്തിൽ എനിക്ക് 7 പ്രിപ്പറേഷനും 7 റിസൾട്ടും പറയണം. എങ്കിൽ 7 പ്രിപ്പറേഷനും പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന്. 9-ാമത്തെ വാക്യം വീണ്ടും വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം, ഞാൻ ഇങ്ങനെ പറയുന്നു, കർഷകൻ ഭൂമിയെ സന്ദർശിക്കുന്നു. So the owner or the farmer, he visits the earth. എന്താ അർത്ഥം? What does it mean? ഡാഡി പച്ചൻ കണ്ട ഞാൻ ഒരു കാര്യം പറയാം. So this is what I learned from Daddy Pachan. ഡാഡി പച്ചൻ ഒരു മാർച്ച് ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ബാക്കിലെ ഫീൽഡിൽ ഇറങ്ങും. So Daddy Pachan will go to the backyard by March or so. പുള്ളി അവിടെയൊക്കെ നടന്ന് ഇങ്ങനെ ചുമ്മാതെ നോക്കും. So he will look around to check everything. 1-2 ദിവസം നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, പുള്ളി എന്തോ കഥ വല്ലതും പറയാൻ പോവാന്ന്. So like he will go several times and I would പുള്ളി watch നടക്കും, him. പുള്ളി അതിലൂടെ നടക്കും. So he'll walk around. എന്താ അർത്ഥം എന്നറിയാമോ? You know what is he doing? പുള്ളി ആ ഫീൽഡ് ഒന്ന് പഠിക്കുക. So he is like looking at the field. God visited his people. അവൻ അവന്റെ ജനത്തെ സന്ദർശിച്ചു. God also, സന്ദർശിക്കും. the same way the God also visits, or he has visited his people. എന്താ അർത്ഥം എന്നറിയാമോ? You know what does it mean? ഒന്ന്, his presence, അവന്റെ സാന്നിധ്യം അവിടെ കൊടുക്കുക. Firstly, it makes sure that his presence. His inspection, അവൻ അത് ഇൻസ്പെക്ട് ചെയ്യാണ്, എങ്ങനെ ഉണ്ട് ഫീൽഡ്. Number 2, he's inspecting the മൂന്ന്, field. അവന്റെ പേഴ്സണൽ അറ്റൻഷൻ ആ ഫീൽഡിൽ കൊടുക്കുകയാണ്. And number 3, he is giving his personal attention in that field. ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുകയാണ് ആ ഫീൽഡിന്. And also he is involving personally. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കർഷകൻ ഈ ഫീൽഡിനെ വിസിറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം, അവൻ ആ ഫീൽഡ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു പേഴ്സണൽ അറ്റൻഷൻ ആ ഫീൽഡിന് കൊടുക്കുക. എല്ലാവർക്കും ഇല്ലല്ലോ, എല്ലാവർക്കും ഇല്ല. കൊയ്ത്തിന് പ്രിപ്പയർ ചെയ്യുന്നവൻ്റെ കാര്യം ഞാൻ പറയുന്നേ. ഹലോ, കൊയ്ത്തിനായി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തിയെ ദൈവം സന്ദർശിക്കും. So if anyone is preparing for harvest, the field will be visited by the owner. That means his presence, his inspection is there. കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് ഇന്ന് പകൽ വേണോ? Do you want God's presence today? കർത്താവിന്റെ സാന്നിധ്യം നീ ഇന്ന് പകൽ അനുഭവിക്കുന്നുണ്ടോ? Do you experience God's presence? കർത്താവിന്റെ സ്പെഷ്യൽ അറ്റൻഷൻ നിനക്ക് ഇന്ന് പകൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? Do you want his personal attention? ശ്രദ്ധിച്ചിട്ട്, ഒരു കർഷകൻ അവന്റെ ഫീൽഡിൽ ഇറങ്ങിപ്പോയി നടക്കുന്നതിന് അർത്ഥം അവന്റെ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുകയാണ്. When a farmer walks in that field, that means he is giving the personal attention. എന്താ വിസിറ്റ് ചെയ്ത ഗുണം? ഞാൻ പലവട്ടം പല ഈ വാക്ക് പറഞ്ഞു. എന്താ വിസിറ്റ് ചെയ്ത ഗുണം? So what is the benefit if he visits us? മക്കളെ, നയീനിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. There was a lady in Nain. ആ സ്ത്രീക്ക് ഹസ്ബൻഡ് എപ്പോഴോ മരിച്ചു പോയതാ. കഥയിൽ പറഞ്ഞിട്ടില്ല, എപ്പോഴും മരിച്ചു പോയതാ. No, she doesn't have husband. ആകപ്പാടെ ആശ്രയം ഉണ്ടായിരുന്നത് ആരാ? ഉറക്കെ പറഞ്ഞേ, പറഞ്ഞേ, ഒരു മകനാണ്. So she only has one son. എന്റെ മക്കളെ, അതും ആ ആശ്രയവും കൂടെ ആ സഹോദരിക്ക് പോയി. So even that son died. നിങ്ങൾ 7:16 കാണിച്ചു. 7 verse 16. ആ സംഭവം കഴിഞ്ഞപ്പോൾ ദേശം പറഞ്ഞൊരു പദം കൂടെ കൊടുത്തിട്ടുണ്ട്. And after that incident, there is one thing that says there. എന്താ ദേശം പറഞ്ഞത്? And this is what the world said. ഞങ്ങളെ ഒരു പ്രവാചകൻ ഇടയിൽ വന്നിരിക്കുന്നു. അടുത്ത വാക്യം ഉറക്കെ പറഞ്ഞേ, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. So they said, there is a great prophet who came among us and God has visited his people. നിങ്ങൾ ആ സംഭവം ഒന്ന് വായിച്ചു നോക്കിയാൽ, And if you would read that incident, ദൈവം ആ കുടുംബത്തെ, പട്ടണത്തെ വിസിറ്റ് സംഭവിച്ചെന്തെന്ന് അറിയാമോ? and you know what happened when God visited his people? അവളെ കണ്ടു, ദൈവം മനസ്സലിഞ്ഞു. And God has seen her and had compassion പേഴ്സണൽ on അറ്റൻഷൻ, her. പേഴ്സണൽ അറ്റൻഷൻ. 1000 പേർ നയിലുണ്ടെങ്കിലും, Hallelujah. 10,000 പേർ നയിലുണ്ടെങ്കിലും, 10,000 വിധവമാരുണ്ടെങ്കിലും ദൈവം സന്ദർശിച്ചിട്ട് പറയുക, അവളോട് മനസ്സലിഞ്ഞു. Hallelujah. Even though there are many people there, God has visited this particular person. ദൈവം ഇന്ന് പകൽ ഏതോ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. Hallelujah. God wants to visit your family. ദൈവം ചില വ്യക്തികളെ സന്ദർശിക്കുന്നുണ്ട്. God is visiting certain കുഞ്ഞെ, people. ദൈവം നിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. God is visiting your family. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിന്നോട് മനസ്സലിവ് കാണിക്കാൻ.
to show his compassion to us. ഇന്നലെ രാത്രിയിൽ നിന്റെ കുഞ്ഞ് മരിച്ചപ്പോൾ നീ ഉറക്കം നിലവിളിച്ചില്ലേ? You cried out when your son died last night. അയൽവക്കക്കാർ കേട്ടില്ല അത്. And the neighbors may not have നിന്റെ heard it. കൂട്ടുകാർക്ക് നിന്റെ വിഷമത്തിന്റെ ആഴം അറിയത്തില്ല. Your friends may not understand the depth of your worry. നിന്റെ സ്പൗസസിന് നിന്റെ വിഷമത്തിന്റെ ആഴം അറിയത്തില്ല. Your spouse may not know the depth of പക്ഷേ that. അവിടെ കവർന്നുകൊണ്ടിരുന്ന നാഥൻ അവരുടെ ചെവിയിൽ നിന്റെ ശബ്ദം കേട്ടിട്ട് വരിക, നിന്നോട് മനസ്സലിയാൻ. But in Capernaum, in our Master Lord heard ഈ your വചനത്തോട് prayer. ഇന്ന് He's പകൽ coming to പ്രതികരിക്കാൻ show ഈ compassion ആലയത്തിനകത്ത് to you. ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രതികരിച്ച് പറഞ്ഞ്, എന്റെ ദൈവം എന്റെ കുടുംബത്തെ ഈ പകൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം എന്നോട് മനസ്സലിയാനോ. Hallelujah. When God visits our cities to show his compassion to our family, നിന്റെ പ്രശ്നത്തിൽ ഇടപെടാനാ. to get involved in your problem. Why God? എന്തുകൊണ്ട് ദൈവം വിസിറ്റ് ചെയ്യുന്നു? Why is God visiting us? എന്തുകൊണ്ട് നിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നു? Why does God come to your field? എന്തിന് നിനക്ക് പേഴ്സണൽ അറ്റൻഷൻ തരുന്നു? Why does God give you personal attention? ഒന്ന് നിന്റെ പ്രശ്നത്തിൽ, ഒന്ന് നിന്നെ മനസ്സലിയാൻ, രണ്ട് അവൻ നിന്റെ പ്രശ്നത്തിൽ ഇടപെടും. No, number one, he wants to give you personal attention and to get involved personally in your സ്വതന്ത്രം പറഞ്ഞേ. problems. നിന്റെ പ്രശ്നത്തിൽ യേശു ഇടപെടണമെന്ന് ആഗ്രഹം സ്വതന്ത്രം പറഞ്ഞാൽ മതി. Hallelujah. നിന്റെ പ്രശ്നത്തിൽ യേശു ഇന്ന് പകൽ ഇടപെടണം മോനെ. നിന്റെ ഓഫീസിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ, നിന്റെ സ്കൂൾ മണ്ഡലത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ, നിന്റെ പണത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ഏറ്റെടുത്തോ. God will visit your people. Hallelujah. രക്തത്താലും വചനത്താലും ചെയ്യും. God's personal attention and visitation in your family, in your personal life, you just praise God and he will come visit your family. എനിക്ക് വാക്യമൊക്കെ ഒന്ന് വായിക്കണം, നോക്കിയാൽ മതി. വാക്യം വായിക്കണം ആഗ്രഹമുണ്ട്. Then God touched, അവന്റെ മഞ്ചത്തിൽ തൊട്ടു ദൈവം. And Jesus touched that coffin. നിന്നോട് പറയും കരയണ്ട. And he will tell you not to cry. God will stop your crying. നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു മാറ്റും. And God will stop your cry. നിനക്ക് ഇന്നലെ നഷ്ടപ്പെട്ട കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് തിരിച്ചു മടക്കി തരും. And God will give your son back. നിന്റെ നിന്ദയെ അവൻ ഉരുട്ടി മാറ്റും. And he will remove your sufferings. എത്ര മനസ്സിലായി ഞാൻ പറയുന്നേ? Amen. ഈ സംഭവങ്ങൾ, 7 സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പട്ടണക്കാർ ഉറക്കെ പറയുക, എന്നോട് ചേർന്ന് ആൽബനി ചർച്ച ദൈവം ഉറക്കെ പറഞ്ഞ്, ഞങ്ങളുടെ നടുവിൽ ദൈവം സന്ദർശിച്ചിരിക്കുന്നു, ഞങ്ങളിൽ ദൈവം സന്ദർശിച്ചിരിക്കുന്നു, ഞങ്ങൾ ദൈവം സന്ദർശിച്ചിരിക്കുന്നു. ഹാർവസ്റ്റിന്റെ പ്രിപ്പറേഷൻ ദൈവം നടത്തുകയാണ്. ദൈവം ഒരു കൊയ്ത്തിനായി സഭയെ ഒരുക്കുകയാണ്. ആ ഒന്നാമത്തെ കാട്ട് ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്നു. Hallelujah. This is what the people said after that. A great prophet has risen up among us and God has visited his people. എത്ര പേര് ഒരു പ്രിപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്നുണ്ട്? How many of us are ready for a will prepare for a എനിക്കറിയാം നിങ്ങൾ കരമൊന്നും അടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അകത്തെങ്കിലും ആത്മസാന്നിധ്യം ഇറങ്ങുന്ന എനിക്ക് നന്നായി അറിയുന്നുണ്ട് കേട്ടോ. ദൈവം ചില കുടുംബങ്ങളെ ഇന്ന് പകൽ സന്ദർശിക്കുന്ന ഈ ആത്മാവിൽ കാണുകയാ. ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ പറയുന്ന വചന ശക്തിയുണ്ട്. ദൈവം ചില കുടുംബങ്ങളെ ഇന്ന് പകൽ സന്ദർശിക്കും. പേഴ്സണൽ അറ്റൻഷൻ തരും. നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിനക്കൊരു പ്രസൻസ് തരും. നീ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുക. Hallelujah, hallelujah. Thank you Jesus. Hallelujah. കർഷകൻ ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നു. And the farmer comes to the field. അവൻ ഫീൽഡ് ഒന്ന് പഠിക്കുക, അവന്റെ പ്രസൻസ് കൊടുക്കുക. And he is learning the field by his presence there. ഫീൽഡ് ആയ ഭൂമിയായ എനിക്ക്, ഞാനെന്ന് പറഞ്ഞ ഭൂമിക്ക് ഇഷ്ടമായി ഗോഡ്സ് പ്രസൻസ് എൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. So like the field is each of us and we liked, or the field likes the presence of the farmer. മൂന്നാം വാക്യം സന്ദർശിച്ച് നനച്ചു എന്നൊരു പദം. രണ്ടാം പോയിന്റ് അതാ, നനച്ചു എന്നൊരു പദമുണ്ട്. So in verse 9 we say that he visits the earth and ഒരുക്കത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കർഷകൻ പ്രവേശിക്കുകയാണ്. And he will water the field, and that is the second step. ഫീൽഡ് ആദ്യം ഹാർവസ്റ്റിന്റെ ഒന്നാമത്തെ ഒരുക്കം എന്താ? He visits the earth. ഭൂമി ഒന്ന് കണ്ടു. So first step he said he visits the earth. മേലോട്ട് പണിഞ്ഞു പോയാൽ കൊയ്ത്തുണ്ടാവോ ഇല്ലയോ എന്നൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ചിലതിനെയൊക്കെ ദൈവം തമ്പുരാൻ വിട്ടേക്കുക, പോട്ടെ ഇതിനകത്തൊന്നും ഒരു പണി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. So some fields, when it is not prepared, it won't be used, but some of them, God will use it. ദൈവം ഭൂമിയെ വിസിറ്റ് ചെയ്തപ്പോൾ, when God visits the earth, കണ്ടിന്യൂ പ്രോസസ്സിന് ഇവൻ വിധേയപ്പെടാൻ കൊള്ളാമെന്ന് ദൈവത്തിന് തോന്നി. when God realizes that this field is good for harvest, early rain, lateral rain എന്നൊക്കെ പറയും. ആദ്യം ഭൂമി ഒരുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നനച്ചു കൊടുക്കുക. And in order to prepare the field, God will water that. ഞാൻ ചോദിച്ചു, കർത്താവേ, നീ ഈ ഫീൽഡ് കണ്ട ഉടനെ എന്തിനാ വെള്ളം നനയ്ക്കുന്നേ?
So why is God watering it as soon as he sees the field? ചില ഡ്രൈ പ്ലേസുകൾ ദൈവം കണ്ടു. So God will see certain dry places in that field. 3-4 പോയിന്റ് വരുമ്പോൾ അറിയാം, JCB ഇറക്കാൻ പോവാ, ഫുൾഡോസർ ഇറക്കാൻ പോവാ. So the next step would be bulldozer. JCB ഇറക്കുന്നതിന് മുമ്പ് വെള്ളം നനയ്ക്കും ദൈവം. So before he brings the bulldozer to move the ground, he will എന്താ കാര്യം water അറിയാം? it. എന്താ കാര്യം അറിയാം? പൊട്ടി കീറി നശിച്ച് ഫീൽഡ് പോകാതിരിക്കാൻ ഒന്ന് മയപ്പെടുത്തുകയാ. So God does not want it to be broken down before it is wet. പ്രിപ്പറേഷൻ രണ്ടാമത്തെ ഘട്ടം, നിന്റെ ഡ്രൈനെസ് മാറ്റി ദൈവം നനയ്ക്കുന്നു. No, God will remove the dryness and he will wet the land. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില ഡ്രൈനെസ്സുകൾ പരിശുദ്ധമ മാറ്റും. Hallelujah. Holy Spirit will remove certain dryness. നമ്മൾ എത്ര സ്തുതിക്കാൻ പറഞ്ഞാലും സ്തുതിക്കത്തില്ല പാസ്റ്ററെ. Hallelujah. ഡ്രൈനെസ് കിടക്കുന്ന കാലത്തൊന്നും സ്തുതിക്കത്തില്ല. വരൾച്ച മാറിയെങ്കിലേ ആത്മ മാറി ഇറങ്ങത്തോളും. So the dryness has to യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞെ, ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ നനച്ച് ഡ്രൈനെസ്സിനെ മാറ്റി, വരൾച്ചകൾ മാറ്റി, പരിശുദ്ധമോ എന്തോ നിന്റെ വീട്ടിൽ ചെയ്യാറുണ്ടെന്നേ. So when the owner visits the land, he will inspect the land and then he will water the field in order to remove the ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം ഒരു ഡ്രൗട്ട്, ഒരു വരൾച്ച നീ ഫീൽ ചെയ്യുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് നനച്ച്, ഒന്ന് കുതിർത്ത, ഒന്ന് പണിയാനായി അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. So if God feels there is a drought or dryness in your land, God has an intention to remove that dryness from that land. മലയാളത്തിൽ അടുത്ത വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ In Malayalam, 9ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കുന്നു എന്നൊരു പദമുണ്ട്. ഒരുക്കുന്നു, ഇങ്ങനെ ഭൂമിയെ ഒരുക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നു മലയാളത്തിൽ അങ്ങനെ ഉണ്ട്. മലയാളത്തിൽ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ you prepare the land, we read. വിസിറ്റ് ചെയ്തു, ഭൂമിയെ കുറിച്ചൊന്ന് പഠിച്ചു. So inspected, he learned about the field. കർഷകനാണ് ഞാൻ. ദൈവം ദാവീദ് പറഞ്ഞ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. So I'm talking about the farmer, but David is talking about God. കർഷകൻ നമ്മളാണ്. കർഷകൻ ദൈവവും ഭൂമി നമ്മളുമാണ്. So the farmer is God and we are the field. നമ്മളെയാണ് കർത്താവ് വാച്ച് ചെയ്യുന്നത്. And God is watching each one of us. മുന്നോട്ട് വിതയ്ക്കാൻ കൊള്ളാമോ, കൊയ്ത്തിനായിട്ട് പിന്നെ ഒരുക്കിയെടുക്കാമോ എന്ന് ദൈവം പഠിക്കുന്നു. So God is looking, if this field is good for harvest. നിങ്ങൾ എല്ലാവരും ഉണ്ടോ? Yes. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അതോ തലമണ്ട കൂടെ അങ്ങ് പോവാണോ? വെള്ളം ഒരു ചെറിയ നനവ് കൊടുത്തു. And God will water the field. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ പുല്ല് വെട്ടാൻ വേണ്ടി നമ്മൾ മിഷൻ ഇറക്കുന്നതിന് മുമ്പ് എന്നെ കേട്ടെ. So before you do the lawn moving, പുതിയ മിഷനും പുതിയ അതിൻ്റെ ലീഫ് എന്തിനു പറഞ്ഞേ, അതിൻ്റെ ബ്ലേഡും ഒക്കെ നല്ലതാണെങ്കിൽ നമ്മൾ ആദ്യമേ ഈ അരേക്കർ വസ്തുവിലൊന്നും നടക്കും. എന്തിനെന്നറിയാം? വലിയ കമ്പ് കിടപ്പുണ്ടോ, പ്ലാസ്റ്റിക് വല്ലതും കിടപ്പുണ്ടോ, നിങ്ങളത് ചെയ്ത് ഞാൻ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്ലേഡ് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പണിയണ്ടേ. കല്ലുകൾ പിള്ളേർ, എസ്പെഷ്യലി ഞങ്ങൾ റോഡ് സൈഡ് താമസിക്കുന്നതുകൊണ്ട് റോഡിൽ നിന്ന് വലിയ കല്ലുകൾ വന്ന് കിടക്കും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നടന്ന് ആദ്യം കല്ല് പറക്കും. മിക്കവാറും ജെറമിയായിരിക്കും മിഷനിൽ വെട്ടുന്നത്. അവന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വെട്ടിയങ്ങ് പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്ന് കമ്പുകളൊക്കെ പറക്കി, അതൊരു പ്രിപ്പറേഷനാണ് അല്ലേ? So usually I walk around the field just to make sure there is no big stones or big like woods which are in the ground before we do the lawn moving in order to save the blades. കർത്താവ് എന്താ പ്രിപ്പയർ ചെയ്യുന്നറിയോ? You know what God prepares? അടുത്തൊരു മിഷൻ ഇറക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ദൈവം ഫീൽഡിൽ നടന്നിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളയുന്ന ഒരു പ്രിപ്പറേഷൻ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. So even God does the same process that he will remove whatever he sees which would be an obstruction for the next step. അടുത്ത് കഴിഞ്ഞിട്ട് 4ാമത് കർത്താവ് ചെയ്യുന്നത്. And the fourth thing that God does is, അടുത്ത വാക്യത്തിലുണ്ട് അത് എനിക്കൊന്ന് അടുത്ത പേജ് സ്തോത്രം. അടുത്ത വാക്യത്തിലുണ്ട്, ഞാൻ നോക്കട്ടെ. 10ാമത്തെ വാക്യമാണ്. ഉഴവ് ചാലുകൾ എന്നൊരു പദം കാണും. ഉഴവ് ചാലുകൾ, furrows. You can see a word. ഈ ഉഴവ് ചാല് എല്ലാ ഫീൽഡിലും ഉണ്ടായിരുന്നോ? So were there furrows in every field? No. ഉഴവ് ചാല് ആദ്യം കർഷകൻ ഉണ്ടാക്കുന്നതാ. So actually the furrows are actually prepared by the farmer. എന്ത് ഉഴവ് ചാലെന്ന് പറയുന്നേ? So what is the furrows? അല്ല, ഉഴവ് ചാലെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിൽ കർഷക പണി ചെയ്യുന്നിടത്തെ വലിയ പാത്തി പോലെ ഉഴവ് ചാല ഉണ്ടായിരുന്നോ? നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ അല്ലേ ആണെന്നോ? നമ്മളൊക്കെ ഒഴിവുചാൽ ഉണ്ടാക്കും, കർഷകന്മാർ ഉണ്ടാക്കും. So the farmers actually would make the furrows or the place where water can flow through. ഈ
ദൈവം നാലാമത് ചെയ്യുന്നത്, ഗാഡ് വിൽ പ്ലോ ഹിസ് ഫീൽഡ്. ദൈവം അവന്റെ ഫീൽഡ് ഇളക്കി ഒരു ഉഴുവുചാല ഉണ്ടാക്കുകയാണ്. എന്തിനറിയാമോ? So God will plow his field in order to make the furrows. ഈ മുമ്പേ പറഞ്ഞ കാര്യമൊക്കെ കർത്താവ് വിസിറ്റ് നല്ലതാണ്, വെള്ളം ഒഴിച്ച് നല്ലതാണ്, പിന്നെ കല്ലൊക്കെ പറിക്കണം നല്ലത്, നമ്മളെ ഭംഗിയായിട്ട് ലാൻഡ് ഇട്ട് നല്ലതല്ലേ? ഓ നല്ലതല്ലേ? നല്ലതാണെന്നേ. പക്ഷേ ഈ കാര്യം ഇച്ചിരി ഭയം തോന്നുന്ന കാര്യമാണ്. നമ്മുടെ അയ്യത്തൂടെ ഒരു JCB കയറ്റി ഇറക്കി, അല്ലെങ്കിൽ വലിയ മിഷൻ അങ്ങോട്ട് കയറ്റി ഇറക്കി വലിയ ഒഴിവുചാല ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തെ കാണുകയാണ്, ഞാൻ എൻ്റെ ജീവത്തെ കാണുകയാണ്. So this is a scary experience when God will plow ourselves, our life, when God will plow the field, or when God plows our life. ഈ പാടിയ ദാവീദ് ഒരിക്കൽ പറഞ്ഞ പദമുണ്ട്. So the same David who sang this psalm said something like this. 30:12 Psalms chapter 30 verse 2. പദമുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? Psalms chapter 30 verse 12. This is what Psalm is saying. ഞാനൊരു ഉടഞ്ഞ പാത്രം എന്നൊരു വാക്കുണ്ട്. 11 തോന്നുന്നു, 11 or 12 ഞാൻ ആരും കണ്ടായിരുന്നോ? ഞാനൊരു ഉടഞ്ഞ പാത്രം എന്ന് സങ്കീർത്തനം 30 29 30 കണ്ടുണ്ട്. 30:11 നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? അത് കർത്താവേ ഞാൻ ഉടഞ്ഞ പാത്രം എന്നൊരു പദം. മോനെ 29 11 കാണിച്ചേ. 29:11 29:11 or 12 31 30 അല്ലെങ്കിൽ 31 വേഗത്തിൽ നോക്കിക്കോ. നിങ്ങൾ ആരെങ്കിലും ബൈബിളിൽ ഇവിടെ നോക്കിക്കോ, ഉണ്ട് അവിടെ. 31 31 12 വായിച്ചേ. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ. ഈ പാട്ട് പാടി പുള്ളി പറയാണേ, ഞാനൊരു എന്തിനാ സാബീദേ നിന്നെ ഉടച്ചെന്ന് പറയാമോ? So the same David sang once, said I am like a broken vessel. 66 വാക്യങ്ങൾ എല്ലാവർക്കും കാണാറിയുന്ന വാക്യങ്ങൾ. Psalm 66 verse 10 to 12. എന്താ അത്? അയ്യോമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നു. പാടാൻ എളുപ്പാ, പറയാൻ എളുപ്പാ. ഒരു വെള്ളി ഊതിക്കടിക്കുന്ന പ്രൊസീജിയർ നിങ്ങൾ കാണണം. കണ്ടാ പറയും വേണ്ടപ്പാന്ന് പറയും, ഒഴിവുചാലൊന്നും വേണ്ടപ്പാന്ന് പറയും. വെള്ളി ഊതിക്കടിക്കുന്നത് പോലെ അതെങ്ങനെയാ പ്രൊസീജിയർ എന്നറിയാം. 11 വാക്യം verse 11 എന്തറിയാമോ? verse 11 എന്താ? verse 11 നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചു. verse 12 എന്താ വായിക്കുന്നേ? നീ മനുഷ്യരെ ഞങ്ങളുടെ തലയെ കൂടെ ഓടിച്ചു, അവർ ഹൈവേ ആക്കി എൻ്റെ തല. സ്വത്രം, ഞങ്ങൾ തീയിൽ പോയി, ഞങ്ങൾ വെള്ളത്തിൽ കൂടെ പോയി. പക്ഷെ ഒരു കൊയ്ത്ത് ഞാൻ പറയാം. നീ പ്രിപ്പറേഷനോടെ കയറിപ്പോയാൽ, ഉഴിവുചാല് നിന്റെ ദേഹത്തുണ്ടാക്കിയാൽ, നിന്റെ വീട്ടിലുണ്ടാക്കിയാൽ, നിന്റെ ജീവിതത്തിലുണ്ടാക്കിയാൽ, ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുപോയിട്ട് ദൈവം ആ പരിപാടി നിർത്തൂ. Hallelujah. If God, prepares the land, by plowing the land, let us be assured that God will make sure He brings forth a harvest through that process. ഈ വചനമൊക്കെ മനസ്സിലാകുന്ന ഒരു ദൈവത്തിന് സ്വോത്രം ചെയ്തേ. എന്നെ സ്വോത്രം ചെയ്യേണ്ട ദൈവത്തെ സ്വോത്രം ചെയ്തേ. ദൈവസാധ്യത കൊണ്ടൊന്നും ആത്മാവിൽ സ്വോത്രം ചെയ്യാൻ കഴിയട്ടെ. കർത്താവ് എന്നെ ഉടഞ്ഞ പാത്രം പോലെ ആൾക്കാർ എൻ്റെ മണ്ടേ കൂടെ കയറി ഓടിച്ചത്, എന്നെ പ്രശ്നം കൊടുത്ത കടത്തി വിട്ടത്, എന്നെ ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാനാണെന്ന് വിശ്വസിക്കുന്നവർ സ്വോത്രം ചെയ്യാൻ തയ്യാറാണ്. Out of this trouble into abundance in our lives. സങ്കീർത്തനത്തിൽ അടുത്ത വാക്യങ്ങളുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പുള്ളി പറയാണ്, സകല ഭക്തന്മാരുമായി ഇങ്ങോട്ട് വന്നേ, എൻ്റെ വീട്ടിൽ വന്നേ, ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓടി വാ. I am preparing a feast for you. Before that I need to tell you something. എന്താ എനിക്ക് പറയാണെന്ന് അറിയാമോ? എൻ്റെ പ്രാണന് വേണ്ടി എന്നെ ചവിട്ടിക്കളഞ്ഞതല്ല പറഞ്ഞത്, എന്നെ തീയിൽ തീർത്ത് കളഞ്ഞതല്ല പറഞ്ഞത്, എന്നെ വെള്ളത്തിൽ മുക്കി കളഞ്ഞതല്ല പറയാനിക്കൊള്ളുന്നത്. എന്റെ പ്രാണന് വേണ്ടി എന്റെ ദൈവം ചെയ്തത് എനിക്ക് വിവരിക്കാനുണ്ടെന്ന്. So He will prepare a feast and will tell everyone that come and hear all you that fear God. I will declare what He has done for my soul. അതാണ് കൊയ്ത്ത് കേട്ടോ. അതാ കൊയ്ത്ത്. That is when the harvest. അതാ നിന്റെ ജീവിതത്തിലെ കൊയ്ത്ത്. That is the harvest. അതാ നിന്റെ ജീവിതത്തിലെ കൊയ്ത്ത്. ആത്മാവിൻ പാപം സ്വന്തം എടുത്തോ. അതാ നിന്റെ ജീവിതത്തിലെ കൊയ്ത്ത്. നാണം കടന്ന അപമാനം സഹിക്കേണ്ടത് നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ദൈവം തമ്പുരാന് ഇന്ന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. Hallelujah, hallelujah, hallelujah. അപ്പോ ഒഴിവുചാലുകൾ ദൈവം ഉണ്ടാക്കുന്നു. അതൊരു പ്രിപ്പറേഷന്റെ ഭാഗമാണ്. So God will make for us in our lands. പഴയ നിയമത്തിൽ മാന്യ ഒരു വനിതയുണ്ട്, ഹന്ന.
There was like a woman named Hannah in the Old Testament. 1 ശമൂവേൽ 1:19 ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. In 1 Samuel chapter 1 verse 19. മലയാളത്തിൽ ഒരു വലിയ വാക്യമാ. അതിന്റെ അവസാന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാ. And this is what we read during the last യഹോവ അവളെ ഓർത്തു. And the Lord remembered her. അതിനു മുമ്പ് Before that, ചില ഒഴിവുചാലുകളിലൂടെ ഈ സഹോദരി കടന്നുപോയി. this sister had to go through some difficult times in her അവൾക്ക് life. കരയാൻ ആലയം കണ്ടെത്തിയിട്ടും ആലയത്തിൽ സ്വസ്ഥത കിട്ടിയില്ല. Even in the temple she could not find peace. Amen. അവൾ പലപ്പോഴും അപമാനിക്കപ്പെട്ടു. Many a times she was forsaken and പക്ഷേ teased. അവളെ ഓർത്തു എന്ന പദത്തിന് ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു അവളുടെ ഹാർവസ്റ്റ് അത്. Hallelujah. When we read that the Lord remembered her, that is a reward or harvest the Lord gave her. ദർശനം കണ്ട Joseph who had the vision. പിറ്റ് പൊത്തിഫറിന്റെ ഭവനം പ്രിസൺ 3 P ഓർത്തോണം. പിറ്റ് പൊത്തിഫറിന്റെ ഭവനം പ്രിസൺ. So even though he had a vision, Joseph had to go through the pit and Potiphar's household and the prison. കേറി ഇറങ്ങി. He had to go through all these troubles. So this was going on in his life. Finally, prime minister ആയി മാറി. But finally, he became the prime minister in the bracket ഞാൻ കൊടുത്തു കൊയ്ത്ത. So being the prime minister is the harvest that God gave him. കൊയ്ത്തിന്റെ മുമ്പ് പ്രൈം മിനിസ്റ്ററിന്റെ മുമ്പ് 3 P ഓർത്ത് വെച്ചോണം. പിറ്റും പൊത്തിഫറിന്റെ ഹൗസും prison. But before he came to the position of prime minister, he had to go through the pit, the Potiphar's house and the prison. ഒരു ഒഴിവുചാലുകൾ കീറുന്നതുപോലെ നിന്റെ ജീവിതത്തെ ദൈവം, ഞാൻ പറയുന്നത് തെറ്റി പറയല്ല, ദൈവം കീറുന്നെങ്കിൽ ഓർത്തോ, this is the preparation of harvest. If God is God is creating for us in your life, just like the life of Joseph, yes, remember he is preparing preparation. you. Amen. Preparation. ഈ പുൽപ്പറ്റിൽ പരിശുദ്ധ നിയോഗത്തോടെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു പറയുന്നു, ദൈവം പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. നിന്റെ കുടുംബങ്ങളിൽ ഹാർവസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. ഇത് വചനമായി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആത്മീയ ദൂതായി ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാനാകെ നിറകണ്ണുകൂടെ ഞാൻ പറയുന്നു, ദൈവം ജനത്തെ പ്രിപ്പറേഷൻ ചെയ്യുകയാണ് ഹാർവസ്റ്റിനായി. God is preparing his people for harvest. അഞ്ചാമത്തെ ചിന്ത, the fifth point is, എനിക്ക് അതൊക്കെ വിശദീകരിക്കേണ്ട, ഞാൻ നിർത്തിയ പിന്നെ മുന്നോട്ട് കർത്താവിനെ ഉദിച്ചാൽ പറയാം. അഞ്ചാമത്തെ ചിന്ത എന്നറിയാമോ? അവിടെ കൊടുത്തിട്ടുണ്ട്, അവൻ കട്ടകൾ ഉടച്ച് നിരത്തുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചില ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്ത് മെൽറ്റിംഗ് ക്ലോഡ്സ് ആൻഡ് ലെവലിംഗ് റിഡ്ജസ് എന്ന. So he would melt clouds and level the ridges. എന്താ സംഭവം മക്കളെ? കണ്ണു തുറന്ന് കേട്ടാ, കേക്ക് മക്കളെ, കണ്ണു തുറന്ന് കേട്ടെ. ഈ ഉഴുവുചാൽ ഉണ്ടാക്കുമ്പോൾ, so when God creates furrows, ഇത് മറിച്ചിടുന്ന കട്ടയുണ്ട്. So there are clouds that comes up. മക്കളെ, കട്ടയ്ക്കാടെ മണ്ടേ കൊണ്ടുവന്ന് വിത്തിട്ട പണി കിട്ടും, പ്രയോജനം കിട്ടില്ല. So if you would sow the seed on top of this thing, big things, you won't get the harvest. പണ്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ നിലം ഉഴുവാനായിട്ട് ഇപ്പോഴൊക്കെ JCB വന്ന, പണ്ട് കാളയെ വെച്ച് കെട്ടി വാട്ടിക്കോൾ നുകം വെച്ച് കെട്ടി ഉഴുതുമ്പോൾ അവരൊരു കണ്ടം വെച്ച് ഒരു കണ്ടം എടുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഉഴുവ് ചെയ്ത് കഴിയുമ്പോൾ, ഉഴുവുചാലം ഉണ്ടാക്കി കഴിയുമ്പോൾ വരമ്പ് മനസ്സിലാകത്തില്ല. വരമ്പ് പിന്നെ വെട്ടണം. നിങ്ങൾക്കത് എത്ര പേർക്ക് മനസ്സിലെന്നറിയത്തില്ല, ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. വരമ്പ് വെട്ടണം. അതെയാണ് ലെവലിംഗ് റിഡ്ജസ് എന്ന് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉഴുവുചാലിൽ ഉണ്ടായതായ കട്ടകൾ അവൻ നിരത്തിയിട്ട് അവൻ വരമ്പ് വെട്ടി നിർത്തും, ആതിരങ്ങിടും. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ഓണർ ചെയ്യുന്ന പണി ആതിരുവെട്ടും. എന്താ അർത്ഥം? God will level the ridges before he would sow the seed. എനിക്ക് മനസ്സിലായ അർത്ഥം ഞാൻ പറയാം. തിയോളജിക്കൽ അർത്ഥമാണ് അത് തിയോളജിക്കൻസ് പറഞ്ഞേക്കുന്നത്. ഒന്ന്, നിന്റെ നന്മ അടുത്തവന്റെ കണ്ടത്തിലും പോകരുത്, പിശാച് നിന്റെ നന്മ കൊണ്ടുപോവുകയും ചെയ്യരുത്. So this is for you to keep your own harvest when it's due time. പ്രിപ്പറേഷന്റെ ഭാഗമാണ് കട്ട ഉടയ്ക്കുന്നതും അതിര് വെട്ടി നിർത്തുന്നതും. So melting the clouds and leveling ridges is part of preparation. ആത്മാവിൽ ചില കുടുംബങ്ങൾക്കെതിരെ പിശാച് നന്മ കൊണ്ടുവാൻ വരുമ്പോൾ ആത്മനിയോഗത്തോടെ പറയുന്നു, അവൻ ചില ആതിര് വെച്ച് നിർത്തും. Hallelujah. Amen, amen. Stay there. എൻ്റെ വീട്ടിനകത്തേക്ക്, എൻ്റെ സഭയ്ക്കകത്തേക്ക്, എൻ്റെ പ്രോപ്പർട്ടിക്കകത്തേക്ക് നിനക്ക് നോട്ടമില്ലെന്ന് പറഞ്ഞ് ഉടയവൻ അതിര് വെട്ടി നിർത്തും.
So God will stop, certain enemies, from entering your families and entering the church and our properties. എത്ര വട്ടം പിശാച് നമ്മുടെ അകത്ത് കയറി അവൻ വാടകോരുക, പരിശുദ്ധമാമല് വചനത്തിൻ്റെ വാക്യം പറഞ്ഞു, വാടകോരി കളയാൻ തന്ത്രം മെനഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ അതിര് വെച്ച് നിർത്തിയിട്ട് നിൽക്കവിടെന്ന് പറഞ്ഞ ദൈവ ശബ്ദം ഇന്ന് രാവിലെ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. ദൈവം ചില അതിരുകൾ വെട്ടി നിർത്താൻ ആഗ്രഹിക്കുന്നു. So God will create certain limits, like when the enemy tries to enter. ഞാനത് പിന്നെ വിശദീകരിക്കാം പിന്നത്തതിൽ മുന്നോട്ട് പോകുമ്പോൾ. അടുത്തത് ചിന്തിക്കുക, ഏഴാമത്തെ ചിന്ത, ആറാമത്തെ ചിന്ത അല്ലേ, ആറാമത്തെ ചിന്ത. ഇത്രയും പണി കഴിഞ്ഞിട്ട് അതിനകത്തൊരു പദം കൊടുത്തിട്ടുണ്ട്, അവൻ ധാന്യം ഭൂമിക്ക് നൽകുന്നു എന്ന പദം. അത് 9-ാമത്തെ വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 9-ാമത്തെ വാക്യം വെച്ച് 9-ാം വാക്യത്തിൽ ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്കെന്ന് പറഞ്ഞാൽ ഭൂമിക്ക്, ദാറ്റ് മീൻസ് എന്തുവാ, ഭൂമിക്ക് ധാന്യം കൊടുക്കുന്ന എപ്പോഴാ? So God sows the grain to the field, to the prepared. ഇത്രയും പ്രിപ്പറേഷൻ കഴിഞ്ഞ് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 9-ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്, ദൈവത്തിൻ്റെ നദിയിൽ ദൈവം. ആരുടെ നദിയിൽ പറയുന്നേ? ദൈവത്തിൻ്റെ നദിയിൽ ദൈവം ഈ ഭൂമി ഒഴിക്കാൻ വെള്ളം വെച്ചിരിക്കുക. So God is greatly enriched, enriched with the river of God. ഒഴിവുചാലും കട്ടയും ഉടക്കലും ഈ പ്രോസസ്സിൽ കൂടെ പോകുന്ന കേട്ട് നീ പേടിക്കേണ്ട. നിനക്കുള്ള പ്രൊവിഷൻ, പ്രൊട്ടക്ഷനും നിനക്കുള്ള എല്ലാ പ്രൊവിഷനും കർത്താവ് അവൻ്റെ ഭണ്ഡാരത്തിൽ ഒരുക്കി വെച്ചിട്ടാ ഈ പണി മുഴുവൻ മണ്ട ചെയ്യുന്നു. We don't have to be scared when we go through the process of God preparing the land, but remember God has kept your provision and your protection, safe for the due time. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ പറയുന്നു, മഴയാൽ, 10-ാം വാക്യത്തിലുണ്ട്, മഴയാൽ അതിനെ അവനിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുക, മഴ വെള്ളം അവൻ്റെ നദിയിൽ കേട്ടോ. So God will soften the land with showers. നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രിപ്പറേഷൻ എല്ലാം നടക്കുമ്പോൾ ദൈവം പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഉടൻ നിന്റെ മണ്ടയിൽ ഒഴിക്കാനുള്ള ലാറ്ററൽ റെയിൻ ഒരുക്കി വെക്കുക. So God will keep the lateral rain for that to come down after the seed was sown. ഈ പ്രോസസ്സിലൂടെ നീ പോകാൻ തയ്യാറുണ്ടെങ്കിൽ, if you are ready to go through the process, വിത്തം കൊണ്ട് ഇട്ട ഉടൻ, as soon as the seed is sown, ഷട്ടർ ഓപ്പൺ ചെയ്യും. So the shutter of that heavenly river will be opened. സ്തോത്രം പറയുന്നില്ല? Amen. ഷട്ടർ ഓപ്പൺ ചെയ്യും. നിന്റെ പ്രൊവിഷൻ മണ്ടയിലോട്ട് വന്ന് വീഴുമെന്ന് പറഞ്ഞു. And your provision will come down to you. ദൈവം നിന്റെ മേൽ വെള്ളം കൊണ്ടൊക്കെ നിറയ്ക്കും. And God will like a water. ദൈവത്തിന്റെ നദിയിൽ നിന്റെ കുടുംബത്തിന് വേണ്ട വെള്ളം ദൈവം കരുതി വെച്ചിട്ടാ നിന്നെ ഉഴവുചാലിലേക്ക് ഏറ്റിവിടുന്നതെന്ന് ഞാൻ ആത്മനിയോഗത്തോടെ ഇന്ന് പകൽ പറഞ്ഞാൽ എത്ര പ്രിയപ്പെട്ട സ്തോത്രം പറയും. ദൈവം തമ്പുരാൻ നിന്റെ ഭവനത്തിലേക്ക് അയക്കാൻ ഒരു മഴയെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽ പെയ്തിറങ്ങിയെങ്കിൽ എത്ര നന്നായിരുന്നു. God has stored the water for you in His river for that to come down to our families. Let us pray that will come down onto us tonight. റിസൾട്ടുകൾ നമുക്ക് പിന്നെ ചിന്തിക്കാം. And we'll learn about the results later. ഈ പ്രോസസ്സിലൂടെ കയറി പോയി വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ, വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ, മഴ പെയ്ത് കഴിയുമ്പോൾ, when we go through this process, ഒറ്റ വാക്കിൽ അവിടെ വായിച്ച മതി. നിങ്ങൾ വായിച്ചു നോക്കി 13 വരെ വായിക്കുമ്പോൾ ഒരു കൊയ്ത്തും ഒരാർപ്പും ഒരു പാട്ടും. Hallelujah. When we read, the rest of the verses, we can see that there is a harvest and there are shouts of joy. കുഞ്ഞുങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഇപ്പോൾ കാണിക്കണ്ട, ഞാൻ പിന്നെ ദിവസം പറഞ്ഞോളാം. അങ്ങനത്തെ ഒരു പദം ഞാൻ പറയാം. മരുഭൂമിയിൽ അവനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. എത്രാമത്തെ വാക്യം അറിയോ? 12 വാക്യം വായിച്ചേ. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ. ഗൾഫിൽ നിന്ന് വന്നവരെല്ലാം കരം ഉയർത്തി. So those from the Middle East. സ്തോത്രം. മരുഭൂമിയിൽ ആകെപ്പാട് എന്തെങ്കിലും പച്ചപ്പുണ്ടെങ്കിൽ അത് പച്ചയായിരിക്കുമോ ഉണങ്ങിയതായിരിക്കുമോ? If there's any greeneries, കള്ളിമുച്ചിയുടെ കാര്യം പറയണ്ട, പനയുടെ കാര്യവും പറയണ്ട. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ കരിഞ്ഞു കിടക്കുവോ പുഷ്ടിയുള്ളതായിരിക്കുമോ? So the grass fields in the desert place, would that be green or no? ഷിനു മാഡം, പുഷ്ടിയുള്ളതായിരിക്കോ? ചോദിച്ചാൽ നമ്മുടെ സൗദിയിൽ പച്ചയായിരിക്കോ? ഒരിക്കലും ഇല്ല. പക്ഷേ കോൺട്രറി ആയ ഒരു സബ്ജക്റ്റ് അവിടെ പരിശുദ്ധ പറയുന്നത്. മരുഭൂമിയിൽ പുൽപ്പുറങ്ങൾ തഴച്ചു നിൽക്കും. കാരണം ദൈവമാണ് ഇവിടെ നട്ടതും
ദൈവമാണ് നനച്ചതും, Amen. ദൈവമാണ് ഈ ഒഴിവുചാലെടുത്തതും. ഞാൻ ഇങ്ങനെ പറയാം, ദൈവമാണ് നിന്നെ ഹാർവസ്റ്റിനായി പ്രിപ്പയർ ചെയ്തതെങ്കിൽ Amen. രക്തതാഴ്ചയം Hallelujah. സാധ്യതകളില്ലാത്ത മണ്ഡലങ്ങളിൽ സാധ്യത ഉണ്ടാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആത്മാവ് അല്പമെങ്കിൽ അകത്ത് ചലിക്കുന്നെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് നാവ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്നെ സാധ്യതകളില്ലാത്ത മണ്ഡലങ്ങളിൽ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് ആത്മാവിൽ കാണാൻ കഴിയുമൊക്കെ പറഞ്ഞാട്ട് എന്റെ ദൈവം എന്നെ ഹാർവസ്റ്റിന് വേണ്ടി ഒരുക്കുകയാണ്. Amen, 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 amen. Hallelujah, hallelujah. ഒരു ചിന്ത ഞാൻ പറയാം. ദൈവം ഭൂമിയെ പുത്രനിലൂടെ സന്ദർശിച്ചു. So God has visited the earth through his son. നമ്മളെന്ന് പറഞ്ഞ ഡ്രൗട്ടായ വരണ്ട് കിടക്കുന്ന നമ്മളെയൊക്കെ വിസിറ്റ് ചെയ്തു. And he visited the dry land like you and me. നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്തു. He prepared us. പ്രിപ്പയർ ചെയ്ത് And he prepared us കൊയ്ത്തിനായിട്ട് കൊണ്ടുവയ്ക്കുക. And he has prepared us for harvest. വീശുമുറം. വാക്യം കേട്ടോണ്ടോ? അങ്ങനെ ആരെങ്കിലും കേട്ടിട്ട് വായിച്ചോണ്ട് പ്രതികരിച്ചേ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. ദൈവത്തിന്റെ കരത്തിൽ he will come. അവൻ വീശുമുറമായി കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ആ കർഷകൻ എന്ത് ചെയ്യും? കൊയ്യും. പതിരുകളെ, നല്ല മണികളെ രണ്ടായിട്ടാക്കി കാഹളം ധ്വനിക്കുന്ന ദിവസം അവന്റെ കറ്റകളുമായി ആർപ്പോടെ, പാട്ടോടെ, ചിരിയോടെ നമ്മൾ പറന്നു പോകും. ഇതാ ദൈവത്തിന്റെ വചനം. 65 സങ്കീർത്തനത്തിന്റെ പൊരുളതാ. യഹോവയാ ദൈവം ഭൂമിയെ സന്ദർശിച്ചു. അവൻ പണിത്, അവന് വേണ്ടി കറ്റകളാക്കി പണിതെടുക്കുന്ന ആൽമനി സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാ. എന്റെ ജ്യേഷ്ഠ സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് എഴുതി. ഏറ്റവും ഫൈനലായി എഴുതിയ പാട്ടാണ്. നമ്മളിവിടെ പാടാൻ പോകുക. അതിങ്ങനെയാണ്. എന്താ പറഞ്ഞ ആദ്യം തുടങ്ങുന്നേ? നമ്മുടെ കർത്താവ് വന്നിടും, നാഥൻ വേഗം വന്നിടും. നിങ്ങൾ നോക്കിയേക്ക്, ശ്രദ്ധിച്ചു കേട്ടെ. യേശു വരുമ്പോൾ അവന്റെ കറ്റകളെ കൂട്ടും അവൻ. So when our Lord appears again, he will gather all his harvest. അവന്റെ കരത്തിൽ വീശുമുറം ഉണ്ട് കേട്ടോ. And he has, judgment with him. അവന് കറ്റകളെല്ലാം കൂടെ ചേർത്ത് അവൻ ഒക്കി വെച്ചിട്ട് ഒരു കാഹളം ധ്വനിപ്പിക്കും. And bringing in all the sheaves, there will be a trumpet. ആർപ്പോടെ, പാട്ടോടെ we will meet him. അവനെ കാണും. For the children of God, it is our hope that we will meet him with the shouts of joy. നിന്റെ കറ്റത താൽക്കാലിക മക്കളെ, മരുഭൂമി താൽക്കാലികമാണ്. So our wilderness is just temporary. We will reach, നമ്മൾ കനാനിലെത്തും. Hallelujah, we will reach the promised land. ഈ എളിയ കർത്തദാസൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു, ഈ ഭൂമിയിലെ മരുഭൂമികൾ ടെമ്പററി ആണ്. So the wilderness or deserts in our lives are temporary. എന്നാൽ ഒരിക്കലെങ്കിലും മരുഭൂമിയുടെ നമ്മൾ പോകേണ്ടി വരും. And we will all have to go through these problems. പക്ഷേ we will reach. Amen. നമ്മൾ ആ കനാനിലെത്തും. But we will reach our promised land. അവന്റെ കാഹളം ധ്വനിക്കും. And his trumpet will sound. എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. നോടി നേരത്തേക്കുള്ള ഈ കഷ്ടത ഒഴിവുചാല് കണ്ട് ഒഴിവുചാലിന്റെ ആഴം കണ്ട് നിങ്ങൾ വേദനിക്കണ്ട. Don't worry about the depth of the problem currently. ഒഴിവുചാലെല്ലാം ദൈവം കട്ടകൾ നിരത്തി റെഡിയാക്കി ഫീൽഡ് ഓക്കെ ആക്കാൻ പോവുകയാണ്. God will create and prepare the land. വചനത്താലും ചെയ്യണം. ഈ വചനത്തിന്റെ ശക്തി റൂമിനകത്ത് വ്യാപരിക്കട്ടെ. ഈ ശക്തിനകത്ത് വ്യാപരിക്കട്ടെ. ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സ്പെഷ്യൽ പ്രസൻസ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. സ്പെഷ്യൽ അറ്റൻഷൻ. ഈ ഫീൽഡ്, നിങ്ങളുടെ പേരിട്ട ഫീൽഡിനെ വിളിച്ചോ. സന്തോഷം എന്ന ഫീൽഡിന്റെ മേൽ ദൈവത്തിന്റെ സ്പെഷ്യൽ അറ്റൻഷൻ നൽകി എന്നെ പ്രിപ്പയർ ചെയ്ത് അവന് കൊള്ളാകുന്ന ഒരു കറ്റയാക്കി മാറ്റാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക്. യേശു വന്നിടും, നാഥൻ വേഗം വന്നിടും. പ്രത്യാശയോടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.